കർത്താവിൻ്റെ ആദ്യ പ്രശ്നം നാമം വാഴ്ത്തപ്പെടാൻ ഈ സന്ധ്യ സമയത്ത് ഈ ലൈവ് വരാൻ സഹായിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ഹല്ലേലൂയ. സമയത്ത് ലൈവ് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം. അനുഗ്രഹമായ ഒരു പാൽക്കാലം അടിയാതെ വിട്ട് കടന്നുപോയി 12 മണിക്കൂറെല്ലാം കർത്താവിൻ്റെ കരുതലും കാവലും സൂക്ഷ്മ കണ്ണീരും കാലിന് വീഴ്ചയുന്നു. പ്രാണമനത്തിന് തങ്കാറ്റ് ചാപത്താന്തങ്ങൾ യോധുക്കളെല്ലാം കത്താവിടിച്ച് സന്തോഷമത്തോടെ ആരോഗ്യ ബലത്തോടെ ഈ രാത്രികാലം കത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കത്താവെ നമ്മുടെ പാതപടത്തിലേക്ക് അടുത്ത സ്വർഗത്തിൽ വലിയ ദൈവം അടിയങ്ങളുടെ ജീവിതം എല്ലാ അവസരം കാരണം നിങ്ങളോട് ശ്രദ്ധിക്കുന്നു, സ്തോത്രം. സന്ധ്യാസമയത്ത് കത്താവിനെ ശ്രദ്ധിപ്പാ അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് കൃപയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, സ്തോത്രം. പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമെത്തിക്കുക കർത്താവെ ഇടയാക്കണമെന്ന് നമ്മളോട് പ്രാർത്ഥന സാന്ത്വം കൂടി സഹായം. രാത്രികാലം ഞങ്ങളുടെ കൂടെ ലൈവ് കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദേശത്ത് സ്വദേശത്തും പ്രിയപ്പെട്ടവരുടെ കത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ രാത്രികാലം കർത്താവെ ആയിരിക്കുന്നില്ല ഞങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹമെത്തിക്കുക കർത്താവ് ഇടയാക്കണമെന്ന് നമ്മളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കഷ്ടങ്ങൾ സാരമെല്ലാം Hallelujah.
സന്ധ്യാസമയത്ത് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കും. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനനുസരിച്ച് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തിടുക. സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരം കാണാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, സന്ധ്യാസമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തിടുകയാണ്. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി ഞങ്ങളുടെ പാദപീഠത്തിന് അപ്പാവേ എന്ന് വിളിക്കുക. അനേക പ്രിയപ്പെട്ട ലോകം മാറ്റപ്പെട്ടപ്പോ പ്രിയപ്പെട്ട കർത്താവെ രോഗികളായി തീർന്നപ്പോൾ അതിന്റെ മധ്യെല്ലാം കർത്താവിന്റെ കര അവിടെ താങ്ങി നടത്തിയവൻ കൃപക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ അവിടെ നിന്ന് നിർത്തുന്ന കൃപകൾക്കായി നന്ദി കർത്താവ്. നിന്നതല്ല കർത്താവെ, അവിടെ നിർത്തുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. ഐശ്വര്യം ബലോ അവിടെ നൽകി തന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സന്ധ്യാസമയത്തപ്പ അങ്ങേ പാടി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തും കർത്താവ്. കൃപയെ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. രാത്രി കാലത്ത് വചന ശുശ്രൂഷ കർത്താവെ സഹായിക്കണമേ. ആമേൻ. ദൈവദാസനെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആ ബലഹീനമാകുന്ന ശരീരത്തപ്പ അവിടെ ആണിപ്പഴുതേറ്റ കരം തൊട്ട് കർത്താവ് ബലം പകർന്ന കർത്താവെ ധൈര്യത്തോടെ വചനം പ്രസ്താവിപ്പാൻ കർത്താവ് ഇടിയാക്കണം. ശരിയാമളെ ബലപ്പെടുത്തണമേ. ശരീരത്തിൽ വേണ്ടത് ആരോഗ്യം ബലവും എൻ്റെ അപ്പച്ചൻ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ഹാലുയ. ബലഹീനത്തിന് ദൈവശക്തി അമ്മൻ കൂടാരത്തിൽ അങ്ങ് പകരണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കും. അഭിഷേകത്താൽ അവിടുത്തെ കൃപയാൽ ഈ രാത്രി ശക്തമായി കരങ്ങൾക്ക് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവാലോചനകളെ ജനത്തിന് വേണ്ടുന്നത് പറഞ്ഞോട് നിന്റെ ദാസനെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാലം കാദേശ് മരുഭൂമി നടക്കുമ്പോൾ മാത്രം ശബ്ദ വനങ്ങളെ തൊഴിലിരിക്കുമ്പോൾ ശബ്ദ മാൻപേടകളെ പ്രസവിക്കുമ്പോൾ ശബ്ദം ഈ രാത്രികാലം കർത്താവേ ഹല്ലേലൂയ. നിന്റെ ദാസനോട് കേൾപ്പം ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കും. പുരുഷന്റെ മകനെ സംസാരിപ്പ അപ്പൊ അവിടുന്ന് ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കും. വിദേശത്തും സ്വദേശത്തും ആയിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. രാത്രികാലം വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാഠപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലത്തിടെ ആക്കണമെന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടി സഹായിക്കുമാറാണമേന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ആലയിൽ അവിടെ ശക്തിയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. രാത്രി കാലത്ത് വചന ശുശ്രൂഷ ദേവദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ശാരീരികമായി ബലഹീനമാണെങ്കിലും ആത്മീയമായി സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നയോളം നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി ഒരിക്കൽ കൂടെ നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി നിർത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, ഭാവി മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വചനത്തിൻ്റെ ശക്തി വ്യക്തി ജീവിതങ്ങളിൽ സ്പർശിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണിക്കുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്നുള്ള ആ തിരുവചനം പോലെ ഇന്ന് രാത്രി ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ശക്തിയേറിയ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ ഇന്ന് രാത്രി പിന്നെയും കാതുകളിൽ മുഴങ്ങുവാൻ, വചനത്തിൽ ബലപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, രോഗികൾ സൗഖ്യമാകണം. ആമേൻ. വിശുദ്ധ ജീവിതം നയിപ്പാൻ സമർപ്പണമുള്ളവരായി വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. സകല മഹത്വവും മാനവും പൂഴ്ച അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്ന് ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ഹല്ലേലൂയ, അതേ മൗനമായി ഇരിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 10,000ങ്ങളിൽ സുന്ദരനായ നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമായി. അതിനു മുമ്പ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികച്ചാൽ ഒരു നിമിഷം പോലും നമ്മെ ഇവിടെ നിർത്തത്തില്ല. ഹല്ലേലൂയ. ഈ കഷ്ടതയുള്ള, ഈ ദുഷ്ടതയുള്ള, ഈ പ്രതിസന്ധിയുള്ള ലോകത്ത് നിന്ന് ആമേൻ തൻ്റെ പ്രിയ മക്കളെ ആമേൻ ഹല്ലേലൂയ താൻ ചേർത്ത് കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് വരുവാൻ താമസിച്ചത് കൊണ്ടും നമ്മുടെ ആയുസ് ദീർഘമായതുകൊണ്ടും ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ച് നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായ എല്ലാവരെയും വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി ആമേൻ സമർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ആ വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ബലപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞ് ആമേൻ ദൈവസഭയ്ക്ക് കൈമാറിയ ശുശ്രൂഷകൾ ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർവാധികം ശക്തിയോടെ ചെയ്യുവാൻ ഹല്ലേലൂയ അഭിഷക്തന്മാരായിരിക്കുന്ന എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. തെറ്റിദ്ധാരണകളുടെയും തെറ്റിപ്പിച്ച് കളയുന്നവരുടെയും ഹല്ലേലൂയ അതേ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ആയിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു. ആമേൻ. ആമേൻ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ ചതിക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ചതിക്കുന്നവരുടെ ലോകം ഏദനിൽ ഹല്ലേലൂയ ചതിക്കപ്പെട്ട കുടുംബം, പരാജയപ്പെട്ട കുടുംബം, ഒന്നാമത്തെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച കുടുംബം നമുക്ക് ആമേൻ സാക്ഷ്യമായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, അനേക കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ചതിക്കുകയും പഴിചാരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർവ്വ കുടുംബത്തിനും അത് പേര് വരുവാൻ കാരണമായി തീർന്ന സർവകൃപാലുവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഉള്ള ഭവനം കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി കാണണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഹല്ലേലൂയ അവൻ്റെ വചനം അനുസരിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീയുടെ തല പുരുഷനാ, പുരുഷൻ്റെ തല ക്രിസ്തുവാ, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഹല്ലേലൂയ. ഈ വ്യവസ്ഥ തെറ്റി ഓടുന്ന, ഈ വ്യവസ്ഥ പാലിക്കാത്ത കുടുംബം എവിടെയുണ്ടോ അവിടെ സാത്താന് പ്രവർത്തിക്കാനുള്ള ഒരു താവളമായി ആ കുടുംബത്തെ തുറന്നു കൊടുക്കുകയാ. ഇന്ന് രാത്രി ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമായി, ക്രിസ്തു ഹല്ലേലൂയ വസിക്കുന്ന ഒരു ഭവനമായി ഓരോ കുടുംബങ്ങളും മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആമേൻ. പലരെയും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ നിങ്ങളാരും ചതിക്കപ്പെടരുത്, നിങ്ങളാരും ചതിയിൽപ്പെടരുത്. ഹല്ലേലൂയ. ഈ മുന്നറിയിപ്പ് ലോകം മുഴുവനുമുള്ള ദൈവമക്കൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ കാലത്ത് അനേകർ വഴിതെറ്റിപ്പോകുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ടും ആ കർത്താവ് ചങ്കിലെ ചോര തന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട്
ആ കർത്താവിനോട് യാതൊരു നന്ദിയുമില്ലാത്തവരായി, ആ കർത്താവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ യാതൊരു താല്പര്യവുമില്ലാത്തവരായി, ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് നന്ദി പറയാതെ ആമേൻ തിന്ന് കുടിച്ച് ആമേൻ ആനന്ദിച്ച് സമയം പോക്കി ദുഷ്ടന്മാരുടെ കൂടെ കൂടി, പാപികളുടെ കൂടെ കൂടി, പരിഹാസികളുടെ കൂടെ കൂടി അനേകരെ തെറ്റിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അനേക ഭാര്യ ഭർത്താക്കന്മാർ വഴിതെറ്റി പരസ്പരം വിഘടിച്ചിരിക്കുമ്പോൾ, അവർക്കുണ്ടായ തലമുറകൾ സമൂഹത്തിൽ കൊള്ളരുതാത്തവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി യേശുവുള്ള ഭവനമായി, ഹല്ലേലൂയ, ദൈവം വസിക്കുന്ന മന്ദിരമായി ആമേൻ മാറ്റപ്പെട്ടവർ ഇന്ന് രാത്രി കരമുയർത്തി എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതേ ലോകം മുഴുവനുമുള്ള ദൈവം മക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഈ കാലത്ത് അനേകർ വഴിതെറ്റി പോകില്ലായിരുന്നു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയുവാനിടയായി തീർന്നത്? വളരെ നല്ല മനുഷ്യർ പോലും വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും ഹല്ലേലൂയ, അതുകൊണ്ട് അതിനു നേരെ ശ്രദ്ധാപൂർവമുള്ള മുൻകരുതൽ ആവശ്യമാണെന്നും യേശുവിന് നന്നായി അറിയാമായിരുന്നത് കൊണ്ടാണ് അവനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാരോട് ആത്മാർത്ഥമായി അതേ ഉപദേശിച്ച് പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ഉരിയാട് കഴുത ആമേൻ ഹല്ലേലൂയ അതേ സംസാരിപ്പാൻ ഇടയായി തീർന്നത് ദൈവം നേരിട്ട് പറഞ്ഞത് ബിലെയാം അനുസരിക്കാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. ബിലെയാം പിന്നെയും ദൈവത്തോട് ചോദിച്ചു, ആമേൻ, അതെ പൊക്കോളാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യാവൂ. ഹല്ലേലൂയ. നിർബന്ധം നിമിത്തം പലരും ഇറങ്ങി പുറപ്പെടുകയാ, പക്ഷേ വഴിയിൽ പരാജയപ്പെടുന്നു, വഴിയിൽ ഹല്ലേലൂയ നിലയ്ക്കുന്നു. ഇന്ന് രാത്രി നിലയ്ക്കാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഉടയവൻ പറയുന്നത് കേട്ട് അതെ ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പലരുടെയും കുടുംബ ജീവിതം അതെ നിലയ്ക്കുകയാ, പലരുടെയും വ്യക്തിപരമാകുന്ന ജീവിതം നിലയ്ക്കുകയാ, പലരുടെയും ആമേ സംരംഭങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, ഹല്ലേലൂയ, ദൈവം നൽകിയ നല്ല ദാനങ്ങളെ അനുഭവിക്കുന്നവർ കരമടിച്ചെന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വളരെ നല്ല മനുഷ്യർ പോലും അതേ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അതിന് നേരെ ശ്രദ്ധാപൂർവമുള്ള മുൻകരുതൽ ആവശ്യമാണെന്നും യേശുവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് അതേ മുൻകൂട്ടി ഒരു വാണിംഗ് ആയി പറഞ്ഞത്. എത്രയോ കുടുംബങ്ങളോട്, എത്രയോ ഭാര്യ ഭർത്താക്കന്മാരോട്, എത്രയോ ശുശ്രൂഷകന്മാരോട്, എത്രയോ കുഞ്ഞുങ്ങളോട് ദൈവം ആത്മാർത്ഥമായി ഉപദേശിച്ചു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനെ പോകരുത്, അതേ പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. സമയങ്ങൾ വൃഥാ ചെലവഴിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കുന്ന ആരും ലോകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രയേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയും ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കണമേ, അനേകര് ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് അനേകരെ തകർത്ത് കളയുവാൻ നുഴഞ്ഞ് കയറി വരുന്നത് മുൻകണ്ട് യേശു സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിൽ അംഗമായിരിക്കുന്നവർ വളരെ സൂക്ഷിച്ച് ജീവിക്കുവാനായി റോമാലേഖനം 16:18 അതേ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷക്തനിലൂടെ സഭയ്ക്ക് എഴുതിയത് ഇങ്ങനെയാണ്: അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? ഇന്ന് രാത്രി എത്ര പേര് അറിയുന്നവരുണ്ട്? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ന്യായരഹിതമായി ഹല്ലേലൂയ ചെയ്യുന്നവർ ഓർക്കുക. ആമേൻ. കർത്താവ് വരുവാൻ സമയം. 10 കന്യകമാരിൽ 5 പേര് തള്ളപ്പെട്ടതുപോലെ തള്ളപ്പെട്ടു പോകുവാനിടയാകാതെ കർത്താവിൻ്റെ വരവിങ്കൽ കാഹളം മുഴങ്ങുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ പ്രിയരെ, നാമും എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ആഴമേറിയ സമർപ്പണത്തോടെ ഇന്ന് രാത്രി ദൈവപാദപീഠത്തിലായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ശുശ്രൂഷകന്മാരെ, അഭിഷക്തന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ.
ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയം ഭോഗികൾ, പുരുഷകാമികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവിന്റെ വരവടുത്തിരിക്കുകയാണ്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാർ. സ്വർഗീയ ദർശനത്തിൽ അനുസരണക്കേട് കാണിക്കാതെ ഹല്ലേലൂയ തന്റെ മുമ്പിൽ ഉള്ളതിനെ മുറുകെ പിടിക്കുവാൻ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് ചപ്പും ചവർന്നു എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയ്ക്ക് ആഴമേറിയ സമർപ്പണത്തിനുടമയായ അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു പൊങ്ങിയ പ്രതികൂലങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ താനായിരുന്ന സമയത്ത് ശിഷ്ടായുസ് ചെയ്തു തീർത്തതുപോലെ പ്രിയമുള്ളവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പലരും മയങ്ങിപ്പോയി. ഹല്ലേലൂയ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുടെ പേരും പറഞ്ഞു, പ്രവചനത്തിന്റെ പേര് പറഞ്ഞു, ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞു, മോദന സുന്ദര വാഗ്ദാനങ്ങൾ ചൊല്ലി നമുക്കും സമൂഹത്തിൽ ഒരു നില വേണ്ടേ, വില വേണ്ടേ, നമുക്കും വേണ്ടേ സ്ഥാപനങ്ങൾ, നമുക്കും വേണ്ടേ ഓഡിറ്റോറിയം, നമുക്കും വേണ്ടേ ആമേൻ പലതും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളത് പലതും സ്വന്തമാക്കുവാൻ വ്യഗ്രതയിൽ ഓടുന്ന പലരും ഹല്ലേലൂയ അതെ ഓടുന്നത് കണ്ട് ആത്മാവ് ദൈവസഭയ്ക്ക് പ്രബോധനമായി കൊടുത്തു. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാരാ? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആമേൻ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ നിൽക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ജീവിക്കുന്നവരെ കണ്ട് ആത്മഭാരത്തോടെ അഭിഷക്തന്മാര് തുറന്നെഴുതി, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ അനേകർ തകർന്നു പോയത്. ഹല്ലേലൂയ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും അതേ മനുഷ്യർ സ്നേഹികളും വാത്സല്യമില്ലാത്തവരും ഹല്ലേലൂയ പല ഭാര്യ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് വേർപ്പ് തുള്ളി ചോരത്തുള്ളിയാക്കി കുടുംബത്തിനു വേണ്ടി മണലാരണ്യത്തിൽ അധ്വാനിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാതെ ലഭിക്കുന്ന പണം ഹല്ലേലൂയ അതേ ധനമോഹികളായി ഈ ലോക സുഖം, ഈ ലോക ആഡംബരങ്ങൾ, ഈ ലോകത്തെ ബന്ധങ്ങൾ വലുതായി കണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കാതെ ഹല്ലേലൂയ ആമേൻ ഒരു കൂട്ടര് അപ്രകാരമായിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതേ യേശു ക്രിസ്തു ആമേൻ അതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ ഇത് അന്ത്യകാലമാണ്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. ഹല്ലേലൂയ. നിശ്ചയമായും ഇത് എൻഡിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാ. പ്രിയമുള്ളവരെ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നമുക്കറിയാം, വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന അനേകർ ആമേൻ അതേ സ്റ്റാറുകൾ തകർന്നുപോയി, മണിസൗധങ്ങൾ പൊലിഞ്ഞുപോയി. ഹൃദയഭാരത്തോടെ പറയട്ടെ, ആമേൻ നോഹ ആമേൻ പെട്ടകം പണിതു. ഹല്ലേലൂയ. പെട്ടകത്തിനകത്തു നിന്ന് രക്ഷപ്പെട്ടു, മുന്തിരിത്തോട്ടമുണ്ടാക്കി, വസ്ത്രം നീങ്ങിക്കിടന്നു. ഹല്ലേലൂയ. അപ്പന്റെ നഗ്നത വെളിയിൽ വെളിപ്പെടുത്തിയപ്പോൾ രണ്ടു മക്കൾ ഒരുമിച്ച് ചേർന്ന് ആ നഗ്നതയെ മറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി.
നഗ്നതയെ വെളിപ്പെടുത്തിയവൻ്റെ കുടുംബം ശപിക്കപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ആരും ചതിക്കരുത്, ചതിയിലാകപ്പെടരുത്. ഹല്ലേലൂയ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. ഇത് അനേക ദൈവമക്കളുടെ കുടുംബത്തിൽ വിശ്വാസം പോയി. ഹല്ലേലൂയ. ആരാധന വെറും ആമേൻ ചടങ്ങായി മാറിയിരിക്കുകയാ. കുടുംബ പ്രാർത്ഥന ഒരു നേരം പോക്കായി കണ്ടിരിക്കുകയാ. ആമേൻ 24 മണിക്കൂർ ദാനമായി നൽകുന്ന ദൈവത്തിന് 20 മിനിറ്റ് പോലും പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാത്തവരായി മാറിയിരിക്കുകയാ. ജീസസ്. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഹല്ലേലൂയ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ അറ്റത്തോളം ഈ സത്യവചനം വിളിച്ചു പറയുവാൻ വിശ്വസ്തനെണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ഈ ജീവൻ നിലനിൽക്കുന്നിടത്തോളം വിളിച്ചു പറയുവാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. മണ്ണോട് മണ്ണായി പോകേണ്ട സമയങ്ങൾ എന്തേ കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ശരീരം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇറക്കി മണ്ണിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ സമയത്ത് മൃത്യുവിന് വിട്ടുകൊടുക്കാതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കഴിഞ്ഞ 3 ദിനങ്ങൾ മരണത്തെ മുഖാമുഖമായി കാണത്തക്ക വിധത്തിലുള്ള ശോധനയിലൂടെ കടന്നുപോയപ്പോഴും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ ശുശ്രൂഷകനായി ദൈവം ആക്കി വെച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്തയിലൂടെ കർത്താവ് നൽകിയ സന്ദേശം ആമേൻ പറയുവാൻ ആമേൻ കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാലം നോക്കിയാൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമാകുവാൻ സമയമായി. ഇപ്പോഴും ഹല്ലേലൂയ പാല് കഴിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന ആ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവരോട് കൂടെ തള്ളിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ അടങ്ങിയിരിക്കത്തില്ലെന്ന്, ആരെ മിഴുങ്ങേണ്ടുവെന്ന് അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, അനേക കുടുംബങ്ങൾ സ്വരച്ചേർച്ചയില്ല, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ല, മക്കൾ വാത്സല്യമില്ലാത്തവരായി അനുസരണക്കേടും തന്നിഷ്ടവും ചെയ്ത് ഹല്ലേലൂയ ദുഷ്ടത അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് ചെയ്യുന്നവരായി, അതനുസരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായ സംഖ്യയിൽ ആമേൻ കടൽപ്പുറത്ത് മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ ആമേൻ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. നോക്കണേ, ഹല്ലേലൂയ. ഇവിടെയുള്ള ആമേൻ ശക്തികളെ കൂട്ടുപിടിച്ച്, ഹല്ലേലൂയ, സാമ്രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ദൈവസഭയ്ക്കെതിരെ ശക്തമായി ആമേൻ ഉപദ്രവകാരിയായി എഴുന്നേറ്റ് വരത്തക്ക വിധത്തിൽ അന്ത്യകാലത്ത് ദുഷ്ടപിശാച് പ്രബലപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്ക് ആമേൻ ഇവിടെ നിന്ന് ഒരു ഉയർപ്പുണ്ട്, ഇവിടുന്ന് ഒരു പ്രമോഷൻ
കാണുന്നുണ്ട്. ഇവിടുന്നൊരു ആമേൻ അതെ ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ആ ഉയർപ്പിങ്കൽ ഞാനും എടുക്കപ്പെടുമെന്ന് പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. മഹാമാരിയാലോ കൊറോണയാലോ അല്ല മറ്റേത് വിധേനയിലോ മരണപ്പെട്ടാലും ഹല്ലേലൂയ പ്രത്യാശയോടെ മരിക്കുന്നവർ കർത്താവിൻ്റെ വരവിങ്കൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പിന്നെ ആ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ആമേൻ ഫസ്റ്റ് ഹല്ലേലൂയ ആമേൻ എത്തുന്നവർക്ക് സന്തോഷിക്കുവാൻ കഴിയുമല്ലേ? ആമേൻ ഏത് വിഷയത്തിലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കഷ്ടമുള്ള ലോകത്ത് നിന്ന് ഈ പ്രതികൂലമുള്ള ലോകത്ത് നിന്ന് വേർപെടുമ്പോൾ മാനുഷികമായി ദുഃഖമാണെങ്കിലും ഹല്ലേലൂയ അപ്രത്യാശയുടെ നാട്ടിലെത്തുന്ന ആ നല്ല സുദിനം എത്രയോ സന്തോഷകരമാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ശിഷ്യന്മാർ മാത്രമല്ല നമ്മളും ഹല്ലേലൂയ വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരി ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ബോധമുള്ളവരായിരിക്കണം. കൈയടിച്ചു, പാടി, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ഹല്ലേലൂയ. എല്ലാം നല്ലതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ ആമേൻ എല്ലാം നല്ലതാ. ആമേൻ ശിഷ്യന്മാരെ സംബന്ധിച്ചോ അതേ ശിഷ്യന്മാർ മാത്രമല്ല നമ്മളും വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവസാന സമയത്തെക്കുറിച്ച് ഉത്കണ്ഠരായി. ഹല്ലേലൂയ. യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളങ്ങൾ ഹല്ലേലൂയ ആമേൻ തങ്ങൾക്ക് നൽകാൻ യേശുവിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് മിക്ക കുടുംബങ്ങളിലും ആമേൻ അപ്പൻ ഹല്ലേലൂയ അമ്മ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുമ്പം മക്കൾ ആമേൻ പിന്മാറ്റക്കാരും താന്തോന്നികളുമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ മക്കൾ ദൈവഭാഗത്തുള്ളപ്പോൾ മാതാപിതാക്കൾ ആമേൻ കൊള്ളരുതാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പുറമേ കാണിക്കുന്നതല്ലാതെ അകമേ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമല്ലാത്തടുത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി മനുഷ്യൻ പുറമെയുള്ളതിനെ നോക്കി വിലയിരുത്തുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു അവർക്ക് നൽകിയ ആദ്യത്തെ അടയാളം വഞ്ചനയായിരുന്നു. ഹല്ലേലൂയ. അനേകരെ കബളിപ്പിക്കാൻ പലരും അവന്റെ നാമത്തിൽ വരും. ഹല്ലേലൂയ. ഒന്നാമത്തെ അടയാളം എന്താ? ഹല്ലേലൂയ. ആമേൻ. അതേ വഞ്ചനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. അതേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ? ജീസസ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവ് അടുത്ത് കേട്ടോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലോക ജീവിതം അവസാനിക്കാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ആമേൻ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്നോർത്തോണം കർത്താവിൻ്റെ വരവ് അടുത്തു. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലോക ജീവിതം അവസാനം ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇക്കാലത്ത് ഹല്ലേലൂയ അതെ ഈ കാര്യം നാം വിലയിരുത്തുമ്പോൾ സത്യമാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഇത് ആമേൻ അതെ യാഥാർത്ഥ്യമായി തീരുമെന്ന് ഹല്ലേലൂയ അതേ അധ്യായം 23-25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആമേൻ ഒരു കേടുകൊട്ടായി ഹല്ലേലൂയ ലോകം ആമേൻ ഒരു മാജിഷ്യനായി മാറ്റി
മാറ്റി. ഹല്ലേലൂയ. ഒരു കൂട്ടം ദുരാത്മാക്കളെ കൂട്ടുപിടിച്ച് തകർത്തുകൊണ്ടിരുന്ന ഈ ലോകത്ത് മഹാമാരിയാൽ ഹല്ലേലൂയ സമ്പർക്കത്തിലൂടെ ആർക്കും ഒരുമിച്ച് കൂടുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇപ്പോൾ അത്ഭുതമില്ല, അടയാളമില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ സ്റ്റേജ് ഷോ പോലെ ആമേൻ ഓഡിറ്റോറിയത്തിൽ ഹല്ലേലൂയ ആമേൻ കർത്താവിനെ ഉയർത്തി സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ വിമർശനത്തിനു വേണ്ടിയല്ല. ആമേൻ ഇതൊക്കെ കാണുമ്പോൾ അരുമനാഥൻ വാതിക്കലായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടെ ജീവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണമെന്ന് മുൻകൂട്ടി ഹല്ലേലൂയ യേശു കർത്താവും ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയായിരുന്നു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു അഥവാ മശിഹ പ്രിയമുള്ളവരെ തങ്ങളെ അനുഗമിക്കുന്നവരെയും അവരുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കബളിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതേ മസ്തിഷ്ക പ്രശ്നം നടത്തുകയും ചെയ്യുന്ന ദൈവപുരുഷന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുണ്ടെന്നതിൽ അതിശയിക്കാനില്ല. സ്വന്തം സ്വാർത്ഥമോഹങ്ങളെ പ്രസാദിപ്പിക്കുന്നതിനായി അവർ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാരാഗൃഹത്തിന്റെ അകത്ത് കടന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മഭാരത്തോടെ താൻ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, ലോകത്ത് ക്രിസ്തുവിന്റെ അനുഗാമികളായി വേർതിരിക്കപ്പെട്ടവരാരും തകർന്നു പോകാതിരിക്കുവാൻ എഴുതി. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതേ നാശത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: ഇടുക്ക് വാതിലിലൂടെ അകത്ത് കിടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഒരു പാട്ട് പാടാൻ പറഞ്ഞ പ്രയാസമാ, 10 മിനിറ്റ് വചനം പറയാൻ പറഞ്ഞ പ്രയാസമാ, 10 മിനിറ്റ് ആരാധന ലീഡ് ചെയ്യാൻ പറഞ്ഞ പ്രയാസമാ, ഒരു മനുഷ്യന് വേണ്ടി കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ പറഞ്ഞ പ്രയാസമാ. എന്നാൽ ലോകകാര്യങ്ങളിൽ മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നതിന് ആമേൻ നെറ്റിലൂടെ, അതേ ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, ആമേൻ ആമേൻ മറ്റ് മീഡിയയിലൂടെ ഉറക്കളച്ച് സമയം ചെലവഴിച്ചാലും ആമേൻ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് നശിച്ചു പോയത്? ആ നാശയോഗ്യൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നാശയോഗ്യനായി ആമേൻ നീ തമ്പുരാന്റെ കണ്ണിന്റെ മുമ്പിൽ മാറ്റപ്പെട്ടാൽ നീ നശിച്ചു പോകും. ഹല്ലേലൂയ. എന്താ തമ്പുരാൻ അങ്ങനെ പറയുവാൻ കാരണം? ആമേൻ 12 പേര് ഒരുവൻ അത് ദൈവ്യാഗ്രഹമുള്ളവനായി മാറി. ഹല്ലേലൂയ. പണത്തോടുള്ള ഭ്രമം, ഹല്ലേലൂയ, ഈ ലോക ചിന്തകളോടുള്ള ഭ്രമം, ഹല്ലേലൂയ, നിന്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഭാര്യ ഈ ലോക ചിന്താഗതിയിൽ നടക്കുന്നവളാണെങ്കിൽ, നിന്റെ ഭർത്താവ് ഈ ലോക ചിന്താഗതികളിൽ നടക്കുന്നവരാണെങ്കിൽ, നിന്റെ മക്കൾ ഈ ലോക ചിന്താഗതികൾ നടക്കുന്നവരാണെങ്കിൽ, അവർ നിമിത്തം നീയും നിന്റെ കുടുംബവും നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, അന്നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും, ഹല്ലേലൂയ, ആമേൻ, വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം കേൾക്കുക മാത്രമല്ല, വായിക്കുക മാത്രമല്ല, അതനുസരിച്ചു ജീവിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്ക് ആമേൻ ജഡം അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം എന്നതിന് പകരമാകാം വയറ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ
ആത്മീയ ജീവിതത്തിന് ഘടകവിരുദ്ധമായ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തെ ചൂണ്ടി സംസാരിച്ചതായിരിക്കാം. അതുകൊണ്ടാണ് ആമേൻ റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആമേൻ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ചിലർ ഈ ദൈവത്തെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവർ ഇതിനു വേണ്ടി വ്യാജം പറയുവാനും വഞ്ചിക്കുവാനും മോഷ്ടിക്കുവാനും എല്ലാം ഒരുക്കമാണ്. അവർ ക്രിസ്തുവിൻ്റെ പിൻഗാമികളെന്ന് പറയുകയും അവരുടെ സ്വന്തം ആഗ്രഹങ്ങളെയും ജഡമോഹങ്ങളെയും പിന്തുടരുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ, അതേ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവർ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടാനല്ല, അവർ ആഗ്രഹിക്കുന്നത് വയറ് നിറയ്ക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ പാടുന്നത് അതിനു വേണ്ടിയാ, ചിലർ പ്രസംഗിക്കുന്നത് അതിനു വേണ്ടിയാ, ചിലർ ശുശ്രൂഷിക്കുന്നത് അതിനു വേണ്ടിയാ. ഇത് കണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്ന് എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ലജ്ജാകരമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടാതിരിക്കുവാൻ അവരുടെ ദാരുണമായ ആത്മീയ അജ്ഞതയിൽ ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ആത്മപ്രശംസ നടത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ആത്മാവ് തുറന്നെഴുതി, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കണ്ടാൽ ആമേൻ, അതെ ആമേൻ, ഒരു കുഴപ്പവുമില്ല. ജീസസ്, ഹല്ലേലൂയ. വെള്ളത്തെച്ച ശവക്കല്ലറകളെ കർത്താവ് സംബോധന ചെയ്തു. പുറമെ നോക്കിയാൽ ആമേൻ ഒരു കുഴപ്പവുമില്ല. ചില വീട്ടിൻ്റെ അനുഭവം, ചില വ്യക്തികളുടെ അനുഭവം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടുകയാണ്. സഹോദര സഹോദരി, കൂടപ്പറപ്പേ, കാണുന്ന നിന്റെ ഭർത്താവിനെ കീഴ്പ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? കാണുന്ന നിന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? കാണുന്ന നിന്റെ കുഞ്ഞുങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ അപ്പനെ അമ്മയും, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. വഴിതെറ്റി നടക്കുന്നവരോട്, ഇപ്പോൾ അകന്ന് വന്നവരോട് ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതെ, അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ, ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിച്ചു നിന്ദിക്കുന്നു. ആമേൻ. വീരാ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ആമേൻ. ചപ്പെന്നും ചവറെന്നും പൗലോസ് മനസ്സിലാക്കിയിരുന്നവയാണ് അവർക്ക് ആകെയുള്ള മാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളത് അവർ ചിന്തിക്കുന്നത്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഭാര്യ നല്ലതാ, ഭർത്താവ് നല്ലതാ, മക്കൾ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ഇവരോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നേക്കാൾ അധികം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവസാനത്തുള്ളി രക്തം വരെയും അത് ഒഴുക്കി വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെക്കുറിച്ച് ആത്മഭാരമുണ്ടായി. ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അല്ല, നീ അധ്വാനിച്ച് വിയർപ്പൊഴുകി ലഭിക്കുന്ന നന്മയുടെ സിംഹഭാഗം കർത്താവിന് വേണ്ടി നീ ഹല്ലേലൂയ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിനുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. മറിച്ച് സമ്പാദിക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും, ആമേൻ, കൊച്ചുമക്കൾക്കും മരുമക്കും
എല്ലാവർക്കും വേണ്ടി നീക്കിവെച്ച് മണ്ണോട് മണ്ണായി പോകുന്ന മനുഷ്യ, നിന്റെ സ്വരൂപം ഇവിടെ അവസാനിക്കും. നീ നിത്യതയിൽ ചെല്ലുമ്പോൾ ലജ്ജിക്കേണ്ടതായി വരും. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ആമേൻ. അവരുടെ താല്പര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിലായിരുന്നില്ല. അവയെക്കുറിച്ച് അവർ എത്ര സംസാരിക്കും, എത്ര പ്രസംഗിക്കും എന്നത് വിഷയമല്ല. ഈ ലോകത്തിലെ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അവർക്ക് ആമേൻ വലുത്. അത് ആമേൻ സ്വന്തമാക്കുവാൻ തോട്ടമോടുന്ന ഓട്ടത്തിൽ കൈവിട്ടു പോകുന്നത് തലമുറകളാണ്, ജീവിതമാണ്, നിത്യതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഹല്ലേലൂയ. പണം, സമ്പാദ്യങ്ങൾ, അന്തസ്, ആമേൻ, ഹല്ലേലൂയ, ജഡമോഹങ്ങളുടെ സംതൃപ്തി എന്നിവയെ അവർ സ്നേഹിക്കുകയും പിന്തുടരുകയും ചെയ്തു. ഇത് നാശത്തിലേക്ക് നയിക്കുന്ന വിശാലമായ പാതയാണ്. പ്രിയമുള്ളവരെ, വഞ്ചനയുടെ മറുമരുന്നായി യേശു ക്രിസ്തു നിർദ്ദേശിച്ച ഒരേ ഒരു മാർഗം ഇന്ന് രാത്രി ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. അതായത് ദൈവവചനം അറിയുക, സത്യത്തിൽ ഹല്ലേലൂയ ആ വചനം പ്രയോഗിക്കുവാൻ നിങ്ങളുടെ ആത്മാവിൽ ജാഗ്രത പാലിക്കുക. ആമേൻ. നിങ്ങൾക്ക് തിരുവെഴുത്തുകൾ അറിയുകയും അവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിദിനം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കളിപ്പിക്കുവാനും ആമേൻ അവ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അതെ നിരസിക്കുവാനോ ആമേൻ ഹല്ലേലൂയ ആമേൻ കഴിയാത്ത നിലയിലുള്ള ആമേൻ നിങ്ങളെ നനയ്ക്കുന്ന ഉപദേശങ്ങളായി വരുന്ന ആരെയും തിരിച്ചറിയുവാൻ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഞ്ചിക്കുവാൻ, നിങ്ങളെ തകർക്കുവാൻ ഹല്ലേലൂയ വരുന്നവരെ മനസ്സിലാക്കുവാൻ എളുപ്പമാണെന്ന് സത്യവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ബൈബിൾ ഹല്ലേലൂയ പഠിക്കുന്നവരായിരിക്കുക. വഞ്ചനയെ മറികടക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. അതേ, ദൈവത്തിന് ഇന്ന് രാത്രി കരമുയർത്തി എത്ര പേർ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. സത്യബോധവും ജാഗ്രതയും ഉള്ളവരായി ജീവിക്കുവാൻ ഇന്ന് രാത്രി കേട്ട വചനം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കർത്താവിന്റെ വരവിങ്കിൽ തള്ളപ്പെട്ടു പോകാതെ ഇവിടുന്ന് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. വരവിന് മുമ്പ് ക്രിസ്തുവിൽ പ്രത്യാശയോടെ മരിക്കുവാൻ കൃപ ലഭിക്കുകയാണെങ്കിൽ അപ്രകാരം മരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അല്ല, കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകുന്നുവെങ്കിൽ ഈ പ്രവർത്തനവുമായി ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ സർവേശ്വരനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വഞ്ചനയ്ക്ക് ഹല്ലേലൂയ എതിരായി ഹല്ലേലൂയ സത്യസന്ധതയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടുത്തെ പുത്രൻ തമ്പുരാനിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി പറയുന്ന കർത്താവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ അന്ത്യകാലത്ത് എല്ലാ തരത്തിലുമുള്ള വഞ്ചനകളെയും തിരിച്ചറിയുവാനും ഒഴിവാക്കുവാനും നിരസിക്കുവാനും ഹല്ലേലൂയ അവിടുത്തെ വചനത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുവാനും ജാഗ്രത പാലിക്കുവാനും ഇന്ന് രാത്രി തീരുമാനിച്ച് സമർപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും തലമുറകളെയും പിതാവിൻ്റെ പുത്രയുടെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് വിശ്വസ്തനെണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്നവരെ വിമർശിക്കുകയും ഒതുക്കാൻ നോക്കുന്നവരുടെയും മുമ്പിൽ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, പൂർവാധിക ശക്തിയോടെ അങ്ങയുടെ വചനവുമായി ലോകത്തിൻ്റെ അറ്റത്തോളം എത്തുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, തലമുറകളെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് ആദ്യോടന്തം പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരുന്ന് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി ചില പാപികൾ അതേ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഇടയാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആത്മഹത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, ഒളിച്ചോട്ടം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും യേശു മാത്രമാണ് പരിഹാരം. ഈ സത്യം അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ മയക്കിക്കളയുന്ന, തെറ്റിച്ചു കളയുന്ന, ലാക്ക് തെറ്റിക്കുന്ന സകല പൈശാചിക പോരുകളെ അതിജീവിക്കുവാൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ ഇന്ന് രാത്രി കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ വരവ് താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം നൽകിയാൽ കർത്താവെ നാളെ ആമേൻ ഹല്ലേലൂയ ആദിപിതാക്കന്മാർ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചതുപോലെ പ്രഭാതത്തിൽ ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് രാത്രി വിശ്രമിക്കുന്നവർ ആമേൻ സുഖമായി വിശ്രമിപ്പാൻ കൃപ ചെയ്താട്ട് ആരും രോഗികളായി ദുഃഖിതരായി മാറുവാനിടയാകരുത്. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങളെ അങ്ങ് ആമേൻ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അന്ത്യം വരെ വിശ്വസ്തയോടെ അങ്ങയുടെ വേല ചെയ്യുവാൻ പിന്നെയും സഹായിക്കണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. നാളത്തെ തത്സമയ ആരാധനയിൽ സാഹചര്യവും സന്ദർഭവും നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നാളെ രാത്രിയിലും സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആമേൻ ദൈവവചന പ്രഘോഷണവുമായി കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ഒരുമിച്ച് കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.